40 പേരുമായി പോയ റഷ്യൻ വിമാനം കാണുന്നില്ല എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അത് തകർന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. 50 പേരായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരാണ് അതിൽ മരിച്ചിരിക്കുന്നത്. വിമാനത്തിൽ 5 കുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ്. റബി ചേരുന്നുണ്ട്. റബി, എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ദാരുണമായ ഒരു വിമാന അപകടം കൂടെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യയുടെയും ചൈനയുടെയും അതിർത്തി മേഖലയിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. അമൂർ പ്രവിശ്യയിലെ ടിൻഡ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വിമാനമായിരുന്നു ഇത്. ആ ലാൻഡിങ്ങിന് 15 കിലോമീറ്റർ അകലെ ടിൻഡ വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ മുമ്പാണ് ഇപ്പോൾ വിമാനം തകർന്നു വീണതായി കാണപ്പെടുന്നത്. 43 യാത്രക്കാർ, 5 കുട്ടികൾ ഉൾപ്പെടെ ഉള്ള 43 യാത്രക്കാരും 6 ജീവനക്കാരും ഉൾപ്പെടെ 49 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവർ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽ ഔദ്യോഗികമായിട്ട് മരണം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാകുമായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു വിമാന ദുരന്തം കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. റഷ്യയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. സൈബീരിയ ആസ്ഥാനമായ അങ്കാറ എയർലൈൻസിൻ്റെതാണ് ഈ വിമാനം. ചെറിയ യാത്രാ വിമാനമാണിത്. ഇതിൽ ഉണ്ടായിരുന്ന ആളുകളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അപകടം സംഭവിച്ചോ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്യ. ശരി റബി. വിമാനാപകടം സംഭവിച്ചിരിക്കുന്നു. ഏതാണ്ട് 46ഓളം പേർ മരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റഷ്യൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. റബി വീണ്ടും ചേരുന്നുണ്ട്. റബി, ഏകദേശം എത്ര ഈ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് എത്ര കിലോമീറ്റർ മാറിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത്? അപകട കാരണമായിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ധന്യ, റഷ്യ ചൈന അതിർത്തിയിലെ അമൂർ പ്രവിശ്യയിലെ ആണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ആ അമൂർ പ്രവിശ്യയിലെ ടിൻഡ എന്ന് പറയുന്ന നഗരത്തിലേക്കായിരുന്നു വിമാനം പറന്നിരുന്നത്. അവിടേക്കുള്ള 49 പേർ ആ വിമാനത്തിലുണ്ടായിരുന്നു. 5 കുട്ടികൾ ഉൾപ്പെടെ 43 യാത്രക്കാർ, 6 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഈ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് എയർ ട്രാഫിക് കൺട്രോൾ ATCക്ക് വിമാനവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് വിമാനം കാണാതായി എന്നുള്ള വാർത്തകൾ വരുന്നത്. അതിനുശേഷം വിമാനത്തിനായുള്ള തിരച്ചിൽ നടക്കുന്നു. അപകടത്തിൽപ്പെട്ടോ അതല്ല വിമാനം മറ്റ് ആരോ റാഞ്ചു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അപകടം സംഭവിച്ചു എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു. കത്തിയ നിലയിലാണ് വിമാനമുള്ളത്. നിരവധി പേർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിമാനം തകരുകയും കത്തി ചാമ്പലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ അപകടത്തിൽ മരിച്ചു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും അപകടത്തിൽ മരിച്ചു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും വലിയൊരു വിമാന ദുരന്തം കൂടി ലോകത്ത് ഉണ്ടായിരിക്കുകയാണ്. അതാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. റഷ്യൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 5 കുട്ടികൾ ഉൾപ്പെടെ 46ഓളം പേർ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്.